MK ഹരിദാസ്, ഇതിൽ വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് CPM ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് ആദ്യം തന്നെ ശ്രീ ജയരാജിനോട് പറയാനുള്ളത്, CPM എന്ന് പറയുന്ന കോടിക്കണക്കിന് പേർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അനുഭവം പാർട്ടിയിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കാനുള്ള കാരണമാണ് ഞാൻ 2004 ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. അത് എങ്ങനെ പാർട്ടി വേണം, നാളെ ആരായിട്ട് യോജിക്കണം എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു MK ഹരിദാസിന് അത്തരത്തിലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ 100 MK ഹരിദാസന്മാർക്ക് അത്തരത്തിലുള്ള അഭിപ്രായം വരാതെ നോക്കേണ്ടത് ഒരു സാഹചര്യത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കൂടി അങ്ങ് മനസ്സിലാക്കുക. ഈ സിദ്ധാർത്ഥന്റെ മരണവും ഇപ്പൊ ഈ നമ്മുടെ ADM-ന്റെ മരണത്തിന് കാരണക്കാരിയായി എന്ന് പറയുന്ന സ്ത്രീയുടെ വാഗ്ദോരണിയും അതുപോലെ തന്നെ P. ഷെറിനെ പുറത്തുവിടാൻ വേണ്ടി പാർട്ടി എടുത്തിട്ടുള്ള 3 സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യത്തിലും അങ്ങേയറ്റം അസഹിഷ്ണുതയുള്ള ഇല്ല. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോ താങ്കൾ ഒരു മാന്യനായിട്ടുള്ള അങ്ങേക്ക് എത്രയോ സമയം ഞാൻ തന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം തന്നത് അങ്ങേക്കാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു കൊല്ലത്തെ സംഭവങ്ങൾ അദ്ദേഹം പറയുന്നത് വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 100 സംഭവങ്ങളില് അങ്ങേയറ്റം എതിർപ്പുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരെ ഉണ്ട്. ഇപ്പൊ ഇന്നലത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിന് ശേഷം എന്റെ സംഘടനയ്ക്കായിട്ട് ഫോൺ വഴി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, പാർട്ടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോഴും അത് തിരുത്താൻ പാർട്ടി തയ്യാറാവില്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടിമുടി തിരുത്തൽ വേണമെന്ന് MV ഗോവിന്ദൻ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർ വരെ പറഞ്ഞിട്ട് എന്ത് തിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു തിരുത്തലിനും പാർട്ടി തയ്യാറായിട്ടില്ല. എന്ന് പറയുള്ളൂ. 1 മിനിറ്റും കൂടി എനിക്ക് സമയം തരൂ. പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കുള്ളിൽ കണ്ണൂരിലെ പ്രശ്നം 3 ജയരാജന്മാരാണ്. 3 വഞ്ചിയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത്, ഒരു വഞ്ചിയിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അവിടെ P. ജയരാജനെ ചെന്താരകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങേയറ്റം അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടിയപ്പോ അതിനെതിരെ പടവാൾ ഉയർത്തിയ പിണറായി വിജയൻ അടക്കമുള്ള പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് എന്തുമാകാം, കാരണഭൂതനാകാം, ഫിനിക്സ് പക്ഷിയാകാം, അദ്ദേഹം ഉദയസൂര്യനെ പോലും നശിപ്പിക്കുന്ന തേജസ്സുള്ള വ്യക്തിയായി കാണാം. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് പവിത്രമായി കരുതാം. അച്യുതാനന്ദനെ കോവളത്തെ സമ്മേളനത്തിലെ കടൽ തിരമാലകളിലെ ബക്കറ്റിൽ കോരി കടൽ തിരമാലകളാക്കിയിട്ട് ഒരു ശാസനാരൂപത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള എല്ലാ പുകഴ്ത്തലുകൾക്കും അടിമയായിട്ട് പാർട്ടി ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്നത്. അതിൽ എത്രയോ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേയറ്റം അസഹിഷ്ണുതയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. പാർട്ടി എങ്ങനെ വേണമെന്നൊന്നും ഒരു സാധാരണക്കാരായി MK ഹരിദാസൻ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഊന്നി പറയുകയാണ്. സി രഘുനാഥ്, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, അതായത് ഈ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ MV ജയരാജൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. CPM ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഭരണപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും വലിയ വീഴ്ചകൾ ഉണ്ടാകുകയാണ്. അത്തരത്തിൽ സ്വയം വിമർശനാത്മകമായി ഈ പാർട്ടി സമ്മേളനത്തെ നോക്കിക്കാണുകയാണ്. അത്തരത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. MV ജയരാജനെ പോലൊരാൾ വളരെ കൃത്യമായി പറയുകയാണ് ഇത്തരത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന്. ഭരണപരമായ വീഴ്ച നമുക്ക് അംഗീകരിക്കാം. ഒരു സർക്കാരാണ്, ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റാം. പക്ഷേ രാഷ്ട്രീയപരമായും സംഘടനാപരമായും പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് തന്നെ ആ പാർട്ടിയുടെ തകർച്ചയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? സംഘടനാപരമായും രാഷ്ട്രീയപരമായും CPM കണ്ണൂർ ജില്ലയിലും കേരളത്തിലും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്മേളനങ്ങൾ ഇതുപോലെയുള്ള ആത്മവിമർശനവും പരിശോധനയൊക്കെ നടക്കുമെങ്കിലും പാർട്ടിയുടെ ലോക്കൽ സഖാവ് മുതൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിന് മുകളിലുള്ളവർ വരെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ആ പാർട്ടിയെ കൈയൊഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരിന്നേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് BJP പോലെയുള്ള സംഘടനകളിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും BJPക്ക് അനുകൂലമായി ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള
നരേന്ദ്രമോദിയുടെ കീഴിൽ അണിനിരക്കുന്നതിന് വേണ്ടി യുവതലമുറ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും കണ്ണൂർ ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ശക്തി കേന്ദ്രമാണ്. ആ ഡിവൈഎഫ്ഐയിൽ നിന്നാണ് നിരവധിയായ ചെറുപ്പക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും രാജിവെച്ച് BJP-യിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ണൂരിൽ നിലനിൽക്കുകയാണ്. പാർട്ടിയുടെ കോട്ടകൊത്തളമായ അഴീക്കോട് നിന്ന്, അതുപോലെ തന്നെ ധർമ്മടത്ത് നിന്ന്, കണ്ണൂരിൽ നിന്ന്, മട്ടന്നൂരിൽ നിന്ന്, തളിപ്പറമ്പ് നിന്ന്, കല്യാശ്ശേരിയിൽ നിന്ന് നിരവധിയായ CPM-ന്റെ പ്രവർത്തകന്മാർ ഈ പാർട്ടി നേതൃത്വവുമായി കലഹിച്ച്, അവരുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പ്രാദേശിക നേതൃത്വവുമായി കലഹിച്ച് പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെ തിരുത്തൽ രേഖകൾ അവർ കൊണ്ടുവന്നാലും കണ്ണൂരിൽ CPM തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് ആ പാർട്ടിയെ സംരക്ഷിക്കുവാനും അതിനെ വെള്ളപൂശുവാനുള്ള ബാധ്യതയൊക്കെയുണ്ട്. പക്ഷേ കണ്ണൂരിലെ ചെറുപ്പക്കാർ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് നിരവധിയായ ചെറുപ്പക്കാർ ഈ പാർട്ടിയെ കൈയൊഴിഞ്ഞുകൊണ്ട് BJP-യെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, മട്ടന്നൂർ പോലെയുള്ള സ്ഥലം, തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലം, KV സുമേഷ് ജയിച്ച അഴീക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും BJP-ക്ക് ഇരട്ടയിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചത്, 65,000 വോട്ടിൽ നിന്ന് 1,20,000-ത്തിലധികം വോട്ടുകൾ നേടാൻ നമുക്ക് സാധിച്ചത് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ രൂക്ഷമാണ്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ CPM-ന് വലിയ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. CPM-ൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ തന്നെ ഞങ്ങൾക്കറിയാം. കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്ന് വരുന്ന ആളുകൾ, നിരവധിയായ ആളുകൾ പാർട്ടിയുമായി BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ട്. ചെറുപ്പക്കാരുടെ നിരാശ, അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ നേതാക്കന്മാരെ കുറിച്ചുള്ള അടികളുടെ വിശ്വാസക്കുറവ്, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിനെ ഈ നാട്ടിലെ പൊതുജനങ്ങൾ നോക്കിക്കാണുന്നു. CPM-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ആ പാർട്ടിയെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടതുപക്ഷ അനുഭാവി, ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തിൽ രക്ഷയില്ല എന്നുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റക്കാരിയായ ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറാകുന്നു. ഇന്ന് പാർട്ടിയുടെ രേഖയിൽ ദിവ്യയെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും ദിവ്യക്ക് വേണ്ടിയുള്ള മുഴുവൻ സംരക്ഷണവും പാർട്ടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തനിനിറം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ഈ തകർച്ച ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമാകും എന്ന് വിശ്വസിക്കുകയാണ്. 35,000-ത്തിലധികം വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് BJP-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകന്മാരും CPM-നെ കൈയൊഴിഞ്ഞുകൊണ്ട് BJP-യെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ മുന്നോട്ട് പോകുമ്പോഴേ പാർട്ടി എന്തൊക്കെ മിനുക്കമണികൾ ചെയ്താലും, എന്തൊക്കെ പുതിയ പുറമേയുള്ള ലേപനങ്ങൾ പുരട്ടിയാലും അവർക്ക് ആ പാർട്ടിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറാവുന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തിന് കീഴിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിവ് പൊതുസമൂഹം മനസ്സിലാക്കുമ്പോഴേ അതിനെ നോക്കിക്കാണുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കുവാനും വളരെ നിശബ്ദമായി പ്രതികരിക്കാൻ ഒരു പറ്റം ചെറുപ്പക്കാരും ഒരു പറ്റം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും തയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു രേഖയെങ്കിലും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ഈ ചർച്ച കൊണ്ടൊന്നും കണ്ണൂർ ജില്ലയിൽ CPM രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPM അതിന്റെ അപജയത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM കേരളത്തിൽ നിന്ന് അസ്തമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. 11 അസംബ്ലി നിയോജകമണ്ഡലത്തിൽ BJP ജയിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം 20 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തുണ്ട്. ഏകദേശം 30 മണ്ഡലങ്ങളിൽ 30,000 വോട്ട് ലഭിച്ച് 20%-ത്തിലധികം വോട്ടുകൾ നേടിയ ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ CPM-ന്റെ തകർച്ചയിലൂടെ, കോൺഗ്രസിന്റെ തകർച്ചയിലൂടെ കേരളത്തിൽ BJP ശക്തമായി മുന്നോട്ട് വരും. അത് കണ്ണൂർ ജില്ലയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.